ഇന്ദ്രൻസ് പൊതുവെ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വലിയൊരു വ്യത്യസ്തതയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ മുരളി ഗോപി ചെയ്ത കഥാപാത്രത്തിന് അദ്ദേഹം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ പോയിരുന്ന് ഇങ്ങനെ ബോറടിച്ചിരുന്ന് കണ്ട് തീർക്കേണ്ട ഒരു അവസ്ഥ തോന്നിയില്ല. പിന്നെ വളരെ ഒരു റിയലിസ്റ്റിക് വേയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ ആ ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് സംഗീതമൊന്നും ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സിനിമയെ അങ്ങ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് ഓക്കെ, ഇങ്ങനത്തെ സിനിമകളൊക്കെ പൊതുവേ നമ്മൾ ടെക്നിക്കൽ സൈഡും കൂടെ അങ്ങോട്ട് വീക്കാവും. അപ്പോഴാണ് നമുക്ക് ഇതെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങൾ ഓരോ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ സിനിമാറ്റോഗ്രഫിയിൽ കൂടെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അത്ര ഈസി അല്ല. അപ്പം അവിടെയൊക്കെയാണ് ഒരു ലോ ബഡ്ജറ്റ് മൂവി ആണെങ്കിൽ പോലും കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കാണുന്ന ഒരു ഫീല്. ഏതൊരു സിനിമ കണ്ടാലും അതിനകത്തൊരു ഇമ്മേഴ്സീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ, നമ്മൾ സിനിമയിലോട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ സിനിമ എനിക്ക് വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് IMDbയിൽ ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യുന്നു.